വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബൈബാക്ക് അല്ലെങ്കിൽ പർപ്പസ് ഓഫ് ബൈബാക്ക് ഓഫ് ഷെയർസ്. ഇപ്പൊ 2019ലും 2022ലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പർപ്പസ് ഓഫ് ബൈബാക്ക് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബൈബാക്ക്. ഇപ്പൊ ബൈബാക്ക് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഒരു കമ്പനി എന്ത് ചെയ്യുന്നു, അതിന്റെ തന്നെ ഷെയർ പർച്ചേസ് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോ എന്തിനു വേണ്ടിയാണ് ബൈബാക്ക് നടത്തുന്നത്, ആ പർപ്പസ് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ടു പേ ദി സർപ്ലസ് ക്യാഷ് ബാക്ക് ടു ഷെയർ ഹോൾഡേഴ്സ് ഓർ ഇൻവെസ്റ്റേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് ആ ക്യാഷ് തിരികെ കൊടുക്കുക. സെക്കൻഡ് വൺ, ടു ഇൻക്രീസ് ദി വാല്യൂ പെർ ഷെയർ. ഷെയറിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക. ടു അവോയ്ഡ് ദി റിസ്ക് ഓഫ് ഓവർ ക്യാപിറ്റലൈസേഷൻ. ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബിസിനസ്സിൽ കൂടുതൽ ക്യാപിറ്റൽ ഉണ്ട്, ക്യാപിറ്റൽ കൂടുതലാവുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺ കുറവായിരിക്കും. ഇവിടെ ആവശ്യത്തിൽ കൂടുതലുണ്ട്, അതായത് സർപ്ലസ് ക്യാഷ് അവിടെ ഉണ്ട്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് പോയിന്റ്, ടു എൻഹാൻസ് ദി ഏർണിംഗ്സ് പെർ ഷെയർ. EPS, ഏർണിംഗ്സ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യുക. ഇപ്പൊ ഷെയറിന്റെ എണ്ണം കൂടുമ്പോൾ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് EPS ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പോയിന്റ്, ടു റെഡ്യൂസ് redundant capital to the extent possible. അതായത് നമുക്ക് അവിടെ ആവശ്യമില്ലാതെ നമ്മൾ ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഡെഡ് ക്യാപിറ്റലിനെ എന്ത് ചെയ്യും, മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഇൻക്രീസ് ദി ഹോൾഡിംഗ് ഓഫ് പ്രൊമോട്ടേഴ്സ്. പ്രൊമോട്ടേഴ്സിന്റെ ഹോൾഡിംഗ്സ് ഇംപ്രൂവ് ചെയ്യാം. ടു മെയിൻറ്റെയിൻ എ ടാർഗറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓർ ഓപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ബിസിനസിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഒപ്റ്റിമൽ ആയിട്ടുള്ള, അതായത് ആവശ്യത്തിന് മാത്രം ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ട്രക്ചർ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. Thus, in case of buyback, company which has issued shares to the public buys back or repurchase its own shares. Buyback എന്ന് പറയുമ്പോൾ എന്താണ്, കമ്പനി അതിന്റെ തന്നെ ഷെയർ തിരികെ വാങ്ങുന്നതാണ്.